കഥ മരുഭൂമിയിലെ വെളിച്ചം. നൂർ അലിയുടെ യാത്ര. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ തിരക്കേറിയ ഈ ജീവിതയാത്രയിൽ ഒരു നിമിഷം ഒന്ന് ശാന്തമായിരിക്കാൻ ആഗ്രഹിക്കാറുണ്ടോ? എന്തിനു വേണ്ടിയാണ് നാം ഓടുന്നത്? ആരാണ് നമ്മൾ? നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ വലിയ സത്യം തേടിപ്പോയ ഒരു സൂഫി സഞ്ചാരിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജീവിതത്തിന്റെ സങ്കീർണതകൾക്കിടയിൽ അഹങ്കാരത്തെ ഉപേക്ഷിച്ച് പ്രണയത്തെ എങ്ങനെ ജീവിതമാക്കി മാറ്റാമെന്ന് കാണിച്ചു തന്ന നൂർ അലി എന്ന അപൂർവ മനുഷ്യന്റെ കഥ. ഈ യാത്രയിൽ നിങ്ങളും പങ്കുചേരുക. മനസ്സ് ഒന്ന് തുറന്നു വെക്കുക. നമുക്ക് ആത്മീയതയുടെയും സ്നേഹത്തിന്റെയും ലോകത്തേക്ക് ഒരു യാത്ര പോകാം. അവൻ നമ്മോടൊപ്പമുണ്ട് എന്നെന്നും. കഥ മരുഭൂമിയിലെ വെളിച്ചം. നൂർ അലിയുടെ യാത്ര. അനന്തമായ മരുഭൂമിയുടെ മണൽക്കാറ്റുകൾക്കിടയിലൂടെ ലക്ഷ്യമില്ലാതെ നടന്നു പോകുന്ന ഒരു യുവാവിനെ സങ്കല്പിക്കുക. അവന്റെ പേര് നൂർ അലി. അവന്റെ കൈകളിൽ ലോകം കീഴടക്കാനുള്ള സമ്പത്തുണ്ടായിരുന്നു. മനസ്സിൽ ഉത്തരമില്ലാത്ത 1000 ചോദ്യങ്ങളും. ലോകം അവനെ ഒരു രാജകുമാരനെ പോലെ കണ്ടു. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു അലഞ്ഞു തിരിയുന്ന കാറ്റുണ്ടായിരുന്നു. എവിടെയാണ് ദൈവം? എന്തിനാണ് ഈ ജീവിതം? ഈ ചോദ്യങ്ങൾ അവനെ അവന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. അവൻ മണൽത്തരികൾക്കിടയിൽ സത്യത്തെ തിരയാൻ തുടങ്ങി. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. തളർന്ന് ദാഹിച്ച് മണലിൽ വീണുപോയ അവനെ കണ്ടെത്തിയത് ബാബ ഫരീദ് എന്ന വൃദ്ധനാണ്. ആ വൃദ്ധന്റെ കണ്ണുകളിൽ ഒരു ശാന്തമായ കടലുണ്ടായിരുന്നു. അദ്ദേഹം നൂർ അലിയെ തന്റെ കുടിലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് നൂർ അലിയുടെ പുതിയ ജന്മം ആരംഭിച്ചത്. ബാബ ഫരീദ് അവനോടൊന്നും പഠിക്കാൻ പറഞ്ഞില്ല. മറിച്ച് അവൻ അറിയാമായിരുന്നതെല്ലാം മറക്കാൻ പറഞ്ഞു. മകനെ, ബാബ ഫരീദ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, ദൈവമെന്നത് ആകാശത്തുള്ള ഒരു രാജാവല്ല. ദൈവമെന്നത് നിന്റെ ഉള്ളിലുള്ള ഒരു നിശബ്ദതയാണ്. അത് കേൾക്കാൻ നിന്റെ ഹൃദയത്തിലെ ബഹളം അവസാനിപ്പിക്കണം. നൂർ അലി അവിടെ ഒരു വേലക്കാരനായി കൂടി. മരുഭൂമിയിലെ കഠിനമായ പണി, വിശപ്പ്, തണുപ്പ് എല്ലാം അവൻ അനുഭവിച്ചു. ഒരു ദിവസം അവൻ ഒരു കല്ലെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു. ബാബ ഫരീദ് അവനോട് ചോദിച്ചു, ആ കല്ലെറിയുമ്പോൾ നിനക്ക് എന്ത് തോന്നി? നൂർ അലി മറുപടി പറഞ്ഞു, എനിക്കൊന്നും തോന്നിയില്ല ഗുരു. ബാബ ഫരീദ് ചിരിച്ചു. അതാണ് സൂഫിസം. നിന്നെ ആരെങ്കിലും സ്നേഹിച്ചാലും നിന്നെ ആരെങ്കിലും കല്ലെറിഞ്ഞാലും നിന്റെ ഉള്ളിൽ ഈ പുഴയിലെ വെള്ളം പോലെ ശാന്തതയുണ്ടാവണം. അപ്പോഴേ നിനക്ക് ദൈവത്തെ തൊടാൻ കഴിയൂ. മാസങ്ങൾ കടന്നുപോയപ്പോൾ നൂർ അലിയുടെ ദേഷ്യവും അഹങ്കാരവും അലിഞ്ഞു തുടങ്ങി. ഒരിക്കൽ ഒരു പാവപ്പെട്ടവൻ വിശന്നു വന്നപ്പോൾ നൂർ അലി തന്റെ കൈവശമുണ്ടായിരുന്ന അവസാനത്തെ അപ്പക്കഷ്ണം അവന് കൊടുത്തു. ആ നിമിഷം അവന്റെ ഉള്ളിൽ ഒരു വെളിച്ചം നിറഞ്ഞു. താൻ സ്നേഹിക്കുന്നതിലൂടെയാണ് താൻ ദൈവത്തെ കണ്ടുമുട്ടുന്നതെന്ന് അവൻ അറിഞ്ഞു. ദൈവം പുറത്തല്ല, താൻ ചെയ്യുന്ന ഓരോ ചെറിയ നന്മയിലും, ഓരോ മനുഷ്യന്റെയും കണ്ണീരിലും, ഓരോ പുഞ്ചിരിയിലുമാണ് ദൈവമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ആത്മീയമായ നൃത്തം ചെയ്യാൻ പഠിച്ചു. ലോകത്തിന്റെ എല്ലാ സുഖദുഃഖങ്ങളെയും ഒരു വൃത്തമായി കണ്ട് അതിനുള്ളിൽ നിന്ന് അവൻ കറങ്ങാൻ തുടങ്ങി. ആ നൃത്തത്തിൽ അവന് ഭൂമിയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ആകാശവുമായുള്ള ബന്ധം കൂടെ കൂടി. അവൻ ഇപ്പോൾ ഒരു രാജകുമാരനായിരുന്നില്ല. അവൻ പ്രണയത്തിന്റെ ഒരു പാട്ടായി മാറി. ആ പാട്ട് കേൾക്കുന്നവർക്ക് തങ്ങളുടെ സങ്കടങ്ങൾ മറക്കാൻ കഴിഞ്ഞു. വർഷങ്ങൾക്കുശേഷം നൂർ അലി തിരികെ തന്റെ ഗ്രാമത്തിലേക്ക് വന്നു. പഴയ നൂർ അലിയായിരുന്നില്ല അവൻ. അവൻ ഒരു പുഴ പോലെ ഒഴുകി നടന്നു. അവന് ശത്രുക്കൾ ഉണ്ടായിരുന്നില്ല. കാരണം അവന്റെ കണ്ണിൽ എല്ലാവരും പ്രിയപ്പെട്ടവരായിരുന്നു. അവൻ ആർക്കും ഉപദേശം നൽകിയില്ല. പകരം തന്റെ സാന്നിധ്യം കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ പ്രകാശം നിറച്ചു. അവൻ പഠിപ്പിച്ചത് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ ഹൃദയം ഒരു കണ്ണാടിയാണ്. അതിലെ അഹങ്കാരത്തിന്റെ പൊടി തുടച്ചു മാറ്റിയാൽ അതിൽ ദൈവത്തിന്റെ മുഖം നിനക്ക് കാണാം. ആ യാത്ര അങ്ങനെ അവസാനമില്ലാതെ തുടർന്നു. നൂർ അലിയുടെ കഥ ഒരു പുസ്തകത്തിൽ അവസാനിക്കുന്നില്ല. അതിപ്പോഴും ആ മരുഭൂമിയിലെ കാറ്റിൽ അലയടിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ. ആ പ്രണയത്തിന്റെ തിരി കത്തുന്നിടത്തോളം കാലം നൂർ അലിയുടെ ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം സൂഫിസം എന്നത് മതമല്ല, അതൊരു ജീവിത രീതിയാണ്. അതൊരു വലിയ പ്രണയമാണ്. ഒഴുക്കുള്ള ഒരു അനുഭവമായി തോന്നും. നൂർ അലിയുടെ ഉള്ളിലെ വെളിച്ചം വർദ്ധിച്ചതോടെ അവന്റെ യാത്രയ്ക്ക് പുതിയൊരർത്ഥം കൈവന്നു. ബാബ ഫരീദിന്റെ അടുത്തു നിന്നും യാത്ര തിരിക്കാൻ സമയമായെന്ന് ഗുരു അവനോട് പറഞ്ഞു. മകനെ, ഒരു വിളക്ക് കത്തിച്ചു വെക്കുന്നത് ഇരുട്ടറയിലല്ല, മറിച്ച് വഴിവിളക്കായി തെരുവുകളിലാണ്. നിന്റെ ഉള്ളിലെ ഈ ശാന്തത നീ ജനങ്ങളിലേക്ക് എത്തിക്കുക, ഗുരു അനുഗ്രഹിച്ചു. നൂർ അലി തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പാത്രവും ഒരു വടിയുമായി മരുഭൂമിയിലൂടെ നടന്നു. വഴിമധ്യേ അവൻ ഒരു വലിയ കച്ചവട സംഘത്തെ കണ്ടുമുട്ടി. അവർ വലിയ ലാഭത്തെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ചും തർക്കിക്കുകയായിരുന്നു. നൂർ അലി അവരുടെ അടുത്ത് ചെന്ന് പുഞ്ചിരിയോടെ ഇരുന്നു. ഒരു വ്യാപാരി ചോദിച്ചു, ഹേ സന്യാസി, നിന്റെ കയ്യിലൊന്നുമില്ലല്ലോ, നീ എങ്ങനെയാണ് ഇത്ര സന്തോഷമായിരിക്കുന്നത്?
നൂർ അലി മറുപടി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാണ്ഡങ്ങൾ ചുമക്കുന്നു, എന്നാൽ ഞാൻ എന്നെ തന്നെയാണ് ചുമക്കുന്നത്. ഭാരമില്ലാത്തവനാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. ലോകം നിങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ വലിയൊരു നിധി നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് കാണാൻ നിങ്ങൾ പുറത്തെ കാഴ്ചകളൊന്ന് കണ്ണടക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ആ വ്യാപാരികളുടെ ഉള്ളിലെ ആർത്തി മെല്ലെ കുറഞ്ഞു. അവർ തങ്ങളുടെ പക്കലുള്ള ഭക്ഷണവും വെള്ളവും പാവപ്പെട്ടവർക്ക് വീതിച്ചു നൽകാൻ അവിടെ വെച്ച് തീരുമാനിച്ചു. നൂർ അലി ഒരു അത്ഭുതവും പ്രവർത്തിച്ചില്ല. പകരം തന്റെ സാന്നിധ്യം കൊണ്ട് അവരുടെ ചിന്തകളെ മാറ്റിമറിച്ചു. യാത്ര തുടർന്ന് അവൻ ഒരു വലിയ നഗരത്തിന്റെ അതിർത്തിയിലെത്തി. അവിടെയുള്ളവർ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലഹിക്കുകയായിരുന്നു. നൂർ അലി നഗരമധ്യത്തിലുള്ള ഒരു മരച്ചുവട്ടിൽ പോയി തന്റെ പഴയ സൂഫി നൃത്തം ചെയ്യാൻ തുടങ്ങി. കൈകൾ വിരിച്ചു പിടിച്ച് കണ്ണുകൾ അടച്ച് അവൻ വട്ടം കറങ്ങിയപ്പോൾ ആളുകൾ അമ്പരപ്പോടെ ചുറ്റും കൂടി. ഒരാൾ ചോദിച്ചു, നീ എന്തിനാണ് ഈ ഭ്രാന്ത് കാണിക്കുന്നത്? നൂർ അലി നൃത്തം നിർത്തി പതുക്കെ പറഞ്ഞു, ഈ പ്രപഞ്ചം മുഴുവൻ നൃത്തം ചെയ്യുകയാണ്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു, നക്ഷത്രങ്ങൾ അവയുടെ പാതയിൽ നീങ്ങുന്നു. എന്റെ ഉള്ളിലെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഞാൻ എന്റെ അഹങ്കാരത്തെ ദഹിപ്പിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ തല്ലുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയെയാണ് വേദനിപ്പിക്കുന്നത്. സ്നേഹമില്ലാത്ത പ്രാർത്ഥനകൾ വെറും ശബ്ദങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ശാന്തത ആ നഗരത്തിലെ വിദ്വേഷത്തെ മഞ്ഞുപോലെ അലിയിച്ചു. ശത്രുക്കളായിരുന്നവർ പരസ്പരം കൈകൊടുത്തു. നൂർ അലി അവിടെ ഒരു ചെറിയ കുടിൽ കെട്ടി താമസിച്ചു. പക്ഷെ അദ്ദേഹം അവിടെ ഒരു രാജാവായിട്ടല്ല, മറിച്ച് എല്ലാവരുടെയും സഹോദരനായിട്ടാണ് കഴിഞ്ഞത്. രാത്രികാലങ്ങളിൽ അദ്ദേഹം തന്റെ പഴയ തമ്പുരുമീട്ടി പാട്ടുകൾ പാടി. ആ പാട്ടുകളിൽ ദൈവത്തോടുള്ള പ്രണയവും മനുഷ്യരോടുള്ള കരുണയും നിറഞ്ഞു നിന്നു. ഒരിക്കൽ ഒരു യുവാവ് അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു, എനിക്ക് വലിയൊരാളാകണം, എന്തു ചെയ്യണം? നൂർ അലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ചെറുതാവുക. പുഴയിലെ വെള്ളം താഴേക്കാണ് ഒഴുകുന്നത്, അതുകൊണ്ടാണ് അത് കടലിലെത്തുന്നത്. നീ നിന്നെ തന്നെ ശൂന്യമാക്കുക, അപ്പോൾ പ്രപഞ്ചം നിന്നിൽ നിറയും. നൂർ അലി മരിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ അവർ കണ്ടത് അദ്ദേഹത്തിന്റെ മുഖത്തെ ആ പഴയ പുഞ്ചിരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കബറിടം ഇന്നും ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ ആരും വലിയവരോ ചെറിയവരോ അല്ല, എല്ലാവരും ഒരേ പ്രണയത്തിന്റെ ഭാഗമാണ്. നൂർ അലി പഠിപ്പിച്ചത് ലളിതമായ ഒരു സത്യമാണ്: ഈ ലോകം ഒരു സത്രമാണ്, നാം അതിലെ വെറും യാത്രക്കാരും. ഇവിടെ നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്ന ഏക സമ്പാദ്യം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നാം നൽകുന്ന സ്നേഹം മാത്രമാണ്. ആ സ്നേഹമാണ് ദൈവത്തിലേക്കുള്ള ഏക വഴി. ഉപസംഹാരം: ഈ കഥ അവസാനിക്കുമ്പോൾ പ്രേക്ഷകരോട് പറയാം, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു നൂർ അലിയുണ്ട്. ആ അന്വേഷണം തുടങ്ങാൻ നിങ്ങൾ എവിടെയും പോകേണ്ടതില്ല. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ ഒന്ന് തുറന്നാൽ മാത്രം മതി. നൂർ അലിയുടെ ഈ ആത്മീയ യാത്ര നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവോ? ഈ കൊച്ചു കഥയിലൂടെ സൂഫിസത്തിന്റെ ആ വലിയ സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ആത്മീയ കഥകൾക്കും ജീവിത പാഠങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ അറിവ് പങ്കുവെക്കാനായി ഈ വീഡിയോ ഷെയർ ചെയ്യൂ. മറ്റൊരു നല്ല കഥയുമായി നമുക്ക് വീണ്ടും കാണാം. സമാഗമം അല്ലാഹുവിന്റെ കാരുണ്യം, നമ്മുടെ ക്ഷമയുടെ മധുരഫലം. അവൻ നമ്മോടൊപ്പമുണ്ട് എന്നെന്നും. സമാഗമം അല്ലാഹുവിന്റെ കാരുണ്യം, നമ്മുടെ ക്ഷമയുടെ മധുരഫലം. അവൻ നമ്മോടൊപ്പമുണ്ട് എന്നെന്നും. സമാഗമം അല്ലാഹുവിന്റെ കാരുണ്യം, നമ്മുടെ ക്ഷമയുടെ മധുരഫലം. അവൻ നമ്മോടൊപ്പമുണ്ട് എന്നെന്നും.
ക്ഷമ